ഓഷ്യൻ സ്റ്റാറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പെന്തക്കുസ്ത തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം നമ്മോട് പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്ന വലിയ വാഗ്ദാനം. ആ വാഗ്ദാനം ആദിമ സഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയോടൊത്ത് ധ്യാനിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വർഗം അവരുടെ മധ്യത്തിലേക്ക് വർഷിച്ച അതേ മഹത്വീകൃതനായ പരിശുദ്ധാത്മാവിനെ ഇന്ന് നമുക്ക് സംലഭ്യമായിക്കൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കാൻ, നമ്മളിലായിരിക്കാൻ, നമുക്ക് അവനിലായിരിക്കുവാൻ തക്ക വിധത്തിൽ ആ വലിയ രഹസ്യത്തെ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ കൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ വലിയ രഹസ്യത്തിന് കൃതജ്ഞതയുടെ കണ്ണീരൊഴുക്കി നമുക്ക് സ്വർഗത്തിന് ആരാധനയും സ്തുതിയും മഹത്വവും അർപ്പിക്കാം. സഹോദരങ്ങളെ, CCC 731 വ്യക്തമായിട്ട് ഈ ഒരു വലിയ രഹസ്യത്തിന് വേണ്ടി എന്താണ് സ്വർഗം ചെയ്തത് എന്ന് വെളിപ്പെടുത്തി തരികയാണ്. പെന്തക്കുസ്ത ദിവസം, അതായത് ഉയർപ്പിൻ്റെ 7 ആഴ്ചകൾ അവസാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതോടെ ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം പൂർത്തിയായി. പരിശുദ്ധാത്മാവിനെ ഒരു ദൈവിക വ്യക്തിയായി വെളിപ്പെടുത്തുകയും നൽകുകയും പകർന്നു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പൂർണ്ണതയിൽ കർത്താവായ ക്രിസ്തു ആത്മാവിനെ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത്. കാരണം പഴയ നിയമത്തിൽ നമുക്ക് അഗ്നി, കാറ്റ്, ഇങ്ങനെ അനേക ചിഹ്നങ്ങളിലൂടെ ഓരോ ദൗത്യത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും അടയാളങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ഇന്ന് ദൈവം നമുക്ക് തന്ന ഈശോയുടെ ആ കാൽവരിയിലെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണത്തിൻ്റെയും ഫലമായി നമുക്ക് ലഭിച്ചത് എത്രമാത്രം സൗഭാഗ്യമുള്ളതാണ്. ദൈവത്തെ ഒരു വ്യക്തിയായി, ദൈവത്തിൻ്റെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിയായി കടന്നു വന്ന് അനുഭവിച്ച്, നമുക്കറിയാം ജന്തുക്കളോടോ മറ്റു വസ്തുക്കളോടോ ഒന്നും മനുഷ്യന് ലയിച്ചു ചേരാൻ കഴിയുകയില്ലാത്തതിനാൽ ഇതാ സ്വർഗത്തിൻ്റെ വലിയ ദാനം മനുഷ്യവർഗത്തിന്, എല്ലാം പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇതാ സ്വർഗം കനിഞ്ഞു നൽകിയ വ്യക്തിയുടെ മഹാത്മ്യത്തിൽ നമ്മളും അവനും ഒന്നായി ലയിച്ച് ഭൂമിയിൽ തന്നെ ഒന്നായി തീർന്ന് നമ്മുടെ മാനുഷികതയെ ദൈവീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വത്തോട് ലയിച്ചു ചേരാൻ, ആ സ്നേഹത്തിൻ്റെ നിത്യ സൗഭാഗ്യത്തിൽ നമ്മൾ അലിഞ്ഞു ചേരാൻ തക്ക വിധത്തിൽ ഇവിടുന്ന് നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യം ഏറ്റവും ഉന്നതമായത് ഈ വ്യക്തിയായി, ഈ പരിശുദ്ധാത്മാവ് ഒരു ദൈവിക വ്യക്തിയായി ഈ ഭൂമിയിലേക്ക് നമുക്ക് ചൊരിയപ്പെട്ടതാണ്. അതിനായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടുത്തേക്ക് നമുക്ക് നന്ദിയും കൃതജ്ഞതയുടെയും കണ്ണുനീരൊഴുക്കി നമുക്ക് ആരാധന അർപ്പിച്ച് മഹത്വപ്പെടുത്തി നന്ദി അർപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ഈ കൃപാവര ശക്തി നമ്മളിലേക്ക് ചൊരിയപ്പെടുമ്പോൾ 7 ദാനങ്ങളും അതുപോലെ 12 ഫലങ്ങളും നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് ജോൺ പോൾ മാർപ്പാപ്പ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ബോണാവെഞ്ചറിൻ്റെ ഒരു വാചകം എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളുടെ ശക്തിയാൽ എല്ലാ തിന്മകളും പൂർണ്ണമായി നശിപ്പിക്കുകയും എല്ലാ നന്മകളും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ 7 ദാനങ്ങൾ നമ്മളെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ട് 12 ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി തിരുസഭ നമ്മളെ ഈ കൃപാവര ശക്തിയിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 12 ഫലങ്ങൾ, ആദ്യത്തെ 3 സ്നേഹം, ആനന്ദം, സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറച്ച്, അതുപോലെ തന്നെ
ദയ, നന്മ, അതുപോലെ ക്ഷമ എന്നിവയാൽ പരസ്നേഹത്തിലേക്ക് ആ സ്നേഹം ഒഴുക്കി കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ആത്മസംയമനം, അത് അടക്കം, സൗമ്യതയിലൂടെ നമ്മളൊരു സെൽഫ് കൺട്രോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പരിശീലിപ്പിച്ച് ഒരു സ്പിരിച്വൽ മച്യൂരിറ്റി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക്, ശുദ്ധത, ഔദാര്യം, വിശ്വസ്തത എന്ന ആ ഫലങ്ങളുടെ നിറവിലൂടെ നമ്മളെ ഉയർത്തുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഇതിനായിട്ടുള്ള എല്ലാ കൃപാവര ശക്തിയും നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.